ഹരേ കൃഷ്ണ ജയ ശ്രീരാധ രാധേ രാമ രാമ ശ്രീരാമ സീതാഭിരാമ. അങ്ങനെ രാമായണത്തിൻ്റെ 20-ാം ദിവസം എത്തിയിരിക്കണത്. കർക്കിടകം 20 എത്തിയപ്പോൾ 20-ാം തീയതി കഥ നമ്മൾക്കൊന്ന് കേട്ടാലോ. അങ്ങനെ സുന്ദരകാണ്ഡത്തിലാണ് നമ്മൾ ഇന്നലെ വരെ എത്തിത്തീർന്നത്. അപ്പോൾ ഞാൻ താടകയിലെ ത്രിജടയാണ്, വിഭീഷണൻ്റെ പുത്രിയായ ത്രിജടനെയാണ് ദേവിയെ നോക്കാനായിട്ട് അശോകവനത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ആ രാക്ഷസിക്ക് സീതയോട് ഒത്തിരി സ്നേഹമാണ്. അങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്ക് നമ്മളുടെ ഹനുമാൻ പയ്യെ ആ മരത്തിൽ നിന്ന് ഇറങ്ങി ദേവിയുടെ അടുത്ത് ഒരു കുഞ്ഞു വാനരനായിട്ട്. അപ്പോൾ ദേവി നോക്കുമ്പോഴത്തേക്ക് ഇത് ഒരു കുഞ്ഞു വാനരൻ, നിങ്ങൾ രാവണൻ വേഷം മാറി എൻ്റെ അടുത്ത് വിട്ടതാണോ എന്നൊക്കെ സംശയിക്കും ജനകപുത്രിയായ സീത. അപ്പം പറയും, ഞാൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ കഥകളൊക്കെ ഹനുമാൻ സുഗ്രീവൻ്റെയും ബാലിയുടെയും ഒക്കെ കാര്യങ്ങളും ഒക്കെ എല്ലാ കാര്യങ്ങളും ഒക്കെ സീതാദേവിയോട് പറഞ്ഞിട്ട് പറയും, എനിക്ക് ദേവി ജ്യേഷ്ഠത്തിക്ക്, അതായത് സീതാമാതാവിന് തരാനായിട്ട് എൻ്റെ രാമൻ എനിക്കൊരു അങ്കുലിയം തന്നു വിട്ടിട്ടുണ്ട്. അത് കാണിച്ചു കൊടുക്കുകയും ദേവി അത് വാങ്ങിച്ച് തൻ്റെ മുഖത്തും ശരീരത്തും ഒക്കെ പുതപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് ശ്രീരാമൻ്റെ കാര്യങ്ങളെല്ലാം പറയും, ദുഃഖിച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം ദേവിയെ കൊണ്ടുപോകാൻ ഞങ്ങൾ സഹായിച്ചു കൊടുത്ത് ശ്രീരാമചന്ദ്രൻ ഇവിടെ വന്ന് ഈ രാക്ഷസനെ വെച്ച് ദേവിയെ കൊണ്ടുപോകും. അങ്ങനെ സന്തോഷിച്ച് ദേവി ഇരിക്കുന്ന പറയും, എന്തായാലും നിനക്ക് ഞാൻ ഒരു അടയാളം തരാം എന്നുകൊണ്ട് ചെവിയിൽ ഒരു അടയാളവാക്യം പറഞ്ഞു കൊടുത്തിട്ട് തൻ്റെ മുടിയിൽ നിന്ന് ചൂടാമണി എടുത്ത് സീതാദേവി ഹനുമാന് കൊടുത്തിട്ട് പറയും, ഇത് എൻ്റെ ഭർത്താവിനെ ഏൽപ്പിക്കാൻ. അങ്ങനെ അതും വാങ്ങിച്ചുകൊണ്ട് ദേവിയോട് ശ്രീരാമനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ രാമ ചൊല്ലി ദേവിയും മംഗളം വരട്ടെ എന്ന് പറഞ്ഞ് ഹനുമാൻ അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് ഹനുമാൻ ഇവിടെ ഒരു പണി കൊടുത്തിട്ടേ ഞാൻ പോവുകയുള്ളൂ എന്ന് മനസ്സ് ചിന്തിച്ചിട്ട് ഔദ്യോനെയൊക്കെ ആകെ അലങ്കോലമാക്കി വൃത്തിയിടാക്കി എല്ലാം ഞരിച്ചു പിടിച്ച് കളയുമ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാർ ഓടി വെത്തി ഒരു വാനരശേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് വാനരശേഷൻ അങ്ങ് അവൻ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ മാരുതിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അങ്ങ് വലുതായി ഭയങ്കര ശക്തിയോടുകൂടി എല്ലാവരെയും അടിച്ച് രാവണൻ്റെ മക്കളെ എല്ലാവരെയും അടിച്ചൊരു വിധത്തിൽ ഒതുക്കും. അത്ര ശക്തിയാണല്ലോ. അങ്ങനെ ഈ അവസാനം രാവണൻ്റെ പുത്രനായ ഇന്ദ്രജിത്ത് ഹനുമാനെ തൻ്റെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് മയക്കി കിടത്തി പിടിച്ചുകൊണ്ട് രാവണൻ്റെ മുന്നിൽ കൊണ്ടാക്കുകയും, അപ്പോൾ രാവണൻ ഇങ്ങനെ ചോദിക്കും, നീ ആര്? അങ്ങനെ ഉണർന്നിട്ട്, നീ ആര്? നീ എന്തിനാ ഇവിടെ വന്നാൽ? നീ സത്യം പറഞ്ഞ് നിന്നോടൊന്ന് വിടാം. ഞാൻ ഇവിടെ വന്നെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ, ശ്രീരാമചന്ദ്രൻ്റെ ഭക്തനാണ് ഞാൻ. ശ്രീരാമൻ ഒരു ദിവസം നിങ്ങളെ കൊല്ലും എന്ന് ഒരുപാട്